ഹേയ് ഹലോ. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി വാഷ് ചെയ്യാന്നുള്ളതാണ്. കഴുകലല്ലേ ഇതൊക്കെ എന്ത്? അയ്യോ ബ്ലാക്ക് ബ്യൂട്ടി പാട്ടി ബ്യൂട്ടി. സോ ഗൈസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ഏതാണെന്ന് വെച്ചാൽ മോട്ടോമാക്സിൻ്റെ ഷാമ്പു ആണ്. കാർ വാഷിംഗ് ഷാമ്പു ആണ്. ബൈക്കിൽ യൂസ് ചെയ്യുക. ഫൈബർ പാർട്സിലൊക്കെ ബെസ്റ്റാണ്. നോ സീൻ, ഫേഡിങ് ഇല്ല, ഒന്നുമില്ല. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഷാമ്പു ആണ്. സോ ഇതിലേക്ക് കുറച്ച് ഡ്രോപ്സ് ഒന്ന് എത്തിച്ചെടുക്കുക. നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്തിൽ കുറച്ച് ഫോം എടുത്തിട്ടുണ്ട്. നേരെ തേച്ചങ്ങോട്ട് പതപ്പിച്ചാൽ കൊടുക്കുക. എന്റെ എന്നെ തെപ്പിച്ചിരുന്നു പടറി വെള്ളം കോരി കുപ്പിച്ചിരു പിന്നെ ചോമത്തയ്യ. അത്രയ്ക്ക് വേണം. ഫോമൊക്കെ അടിച്ച് കഴിഞ്ഞ് നേരെ വാഷ് ചെയ്യാം. അതിനൊന്ന് തിളക്കിയെടുക്കണം. ഇത് രണ്ടോണം പോളിഷ് ചെയ്യും. ചെയിൻ കവറിലൊക്കെ നല്ല ചെളി ഉണ്ടായത് കഴിച്ച് ക്ലീനൊക്കെ വീണ്ടും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ചെയിൻ കവറൊക്കെ. വെള്ളായി. ഇതൊക്കെ കുറച്ച് നോൺ കോപ്പിറൈറ്റ് സോങ് കൂടി കയറ്റാം. ഗൈസ്, വണ്ടി കഴുകിയിട്ടുണ്ട്. ഇനി തുടച്ച് ക്ലീനാക്കാനുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്സൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും വണ്ടിയിൽ തുടച്ചില്ലെങ്കിൽ, ഉണങ്ങി കഴിയുമ്പോൾ. സോ വണ്ടി നമ്മളെപ്പോഴും കഴുകി കഴിയുമ്പോൾ തുടയ്ക്കണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ ആ കിളമ്പും. ഇത് കണ്ട് പോളിഷ് ചെയ്യാനുണ്ട്. സോ തുടച്ചിട്ട് വരാം ഇനി. വണ്ടിക്ക് നമുക്ക് ഈ ഒരു തിളക്കം വണ്ടി ക്ലീനായി കഴിഞ്ഞപ്പോൾ കിട്ടുന്നുണ്ട്. ബട്ട് നമുക്ക് ഇത് പോരാ, ഇതിനേക്കും ക്ലോസ്നെസ് വേണം. സോ അടുത്ത ഇനി പോളിഷ് ചെയ്യാനുള്ള പരിപാടിയാണ് വണ്ടി. സോ അതിലേക്ക് കിടക്കാം. സോ ഇനി വരുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ പോളിഷ് ഇടുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ പോളിഷ് വരുന്നത്. ഓട്ടോമാക്സിൻ്റെ ഒരു ബൈക്ക് ലിക്വിഡ് പോളിഷാണ്. നോർമലി ബൈക്കിനും കാരണം യൂസ് ചെയ്ത ഫൈബർ പാർട്സിലൊക്കെ യൂസ് ചെയ്യാം. നല്ല ക്ലോസ്നെസ് കിട്ടും. സോ ഇനി നമുക്കതിടാം. അതിട്ട് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ആഫ്റ്റർ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഈ ക്രീം വരുന്നത് ജസ്റ്റ് കുറച്ച് ഡ്രോപ്പൊക്കെ നമുക്ക് എവിടെ പോളിഷ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനുശേഷം ജസ്റ്റ് കൈ വെച്ചൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. റബ്ബ് ചെയ്ത് കുറച്ച് നേരം വെച്ചേക്കണം. ബ്രിട്ടീഷ് ക്രീമിനെ വെല്ലുന്ന ബ്രിട്ടീഷ് ക്രീമിനെ അടിച്ചിടാൻ പറ്റുന്ന ഒരു സാധനം ഇറക്കിയിട്ടുണ്ട് മുരളി. ഇതാണ് വെള്ളക്ക ഗുഗുളു. വെള്ളക്ക ഗുഗുളു ഒന്ന് അടിച്ചു നോക്കിയേ. നമുക്ക് അവസാനം റബ്ബ് ചെയ്ത് ഈ രൂപത്തിലാക്കണം. കുറച്ച് റബ്ബ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഈ സൈഡിനെ ഒന്നുകൂടി ആവാനുണ്ട്.
സോ അതുപോലെ തന്നെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക, നല്ല പെട്ടെന്നാവുള്ളൂ. ഇതുപോലൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുക്കുക, അത് നൈസായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. എന്തോരം വന്നിട്ടുണ്ടെന്ന്. നമ്മുടെ ക്ലോത്ത് നമുക്ക് വണ്ടി കൂടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലോണം തുടച്ചു കൊടുക്കുക, പാട് പോകുന്ന വരെ തുടച്ചു കൊടുക്കുക. സോ ഫ്രണ്ടിൽ നമ്മൾ അത്യാവശ്യം പോളിഷ് ചെയ്ത് ഈ ഒരു തിളക്കം ഒന്നുണ്ട്. ഫ്രണ്ട് നമ്മുടെ വണ്ടി ABS പ്ലാസ്റ്റിക് ആണ്. സോ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ, ഇത്രയും തിളക്കം ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് സൈഡ് പോർഷൻ ചെയ്യാം, കാരണം സൈഡിൽ ഇപ്പം തന്നെ ഇത്രയും ക്ലോസ്നെസ് ഉണ്ട്. പോളിഷ് കൂടി ചെയ്യുമ്പോൾ ഒന്നുകൂടി എക്സ്ട്രാക്ട് ചെയ്ത് നിൽക്കും, ഞാൻ കാണിച്ചു തരാം. സോ നമുക്കിനി സൈഡ് ചെയ്തിട്ട് വരാം. സോ ഇതാണ്ട് നമ്മളിതാ പോളിഷ് ഇട്ടായിരുന്നു, റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കട്ടിയാവാൻ. അതാണെങ്കിൽ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പോളിച്ചിട്ട് മഴയത്തൊന്നും ഇറക്കരുത് വണ്ടി, പക്ഷെ അപ്പം തന്നെ പോകുന്നതാണ്. പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും, ഒരു ദിവസം മിനിമം എടുക്കും. പിന്നെ വെയിലത്തും ഇറക്കരുത്, അത് മെയിനായിട്ട് നോക്കേണ്ട കാര്യമാണ്. സോ ഒന്ന് റബ്ബ് ചെയ്യാം നന്നായിട്ട്, ഒന്ന് സെറ്റാവണ വരെ. അപ്പം ഇനി നമുക്ക് ഈ പോളിഷ് ഒന്ന് തുടച്ച് നോക്കാം. തിളക്കം കണ്ടെടുത്തോളൂ, ബാക്കിൽ ഗ്ലാസ് പോലെ കാണാം. സോ മൊത്തത്തിൽ നമുക്കൊന്ന് തുടയ്ക്കാം. വണ്ടി കുറച്ച് നീക്കി വെച്ചാൽ കാരണം മഴയുടെ ചാറ്റിലടിക്കുന്നുണ്ട്. സോ അപ്പം ഇനി എണ്ണ മൊത്തം തുടച്ചിട്ട് കാണാം. നമ്മൾ പോളിഷ് അപ്ലൈ ചെയ്ത് റിമൂവ് ആക്കിയപ്പോൾ ഈ ഒരു ഗ്ലോസിനെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഗ്ലാസ് പോലെ ആയിട്ടുണ്ട്. സോ ഇനി വണ്ടി മൊത്തം ചെയ്യണം, ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. സോ നമ്മുടെ വർക്കൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. വണ്ടി നമ്മൾ വാഷ് ചെയ്തു, അതിനുശേഷം തുടച്ച് ക്ലീനാക്കി ഉണക്കി, അതിനുശേഷം നമ്മൾ മോട്ടോമാക്സിൻ്റെ പോളിഷ് ചെയ്ത്, വണ്ടി നല്ലോണം പോളിഷ് ചെയ്ത് എല്ലാം ഇതാക്കിയിട്ട് ഞാൻ പോളിഷ് ചെയ്ത ഔട്ട്പുട്ട് എന്തായാലും കാണിച്ചു തരാം. അത്യാവശ്യം ക്ലോസ്നെസ് ഉണ്ട്, ഞാൻ രാവിലത്തെ ഫുട്ടേജ് കാണിച്ചു തരാം എന്തോരുണ്ടെന്നുള്ളത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.